ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പോസിഷൻ വേർഡായ ഓഫ് എങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രിപ്പോസിഷൻ വേർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എങ്ങനെയാണ് നമ്മൾ ഓഫ് യൂസ് ചെയ്യാറ്? ഇപ്പോൾ ഫസ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഓഫിൻ്റെ മെയിനായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ൻ്റെ യുടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം വീടിൻ്റെ, പുഴയുടെ, മലയുടെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ നമ്മളല്ലേ. പുസ്തകത്തിൻ്റെ ഇങ്ങനെ ൻ്റെ അല്ലെങ്കിൽ യുടെ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ. നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, വീടിൻ്റെ മുകളിലുണ്ട്, വീടിൻ്റെ മുകളിൽ ഉണ്ട്. ഇവിടെ വീടിൻ്റെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും? ഇറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹൗസ്. ഇറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹൗസ്. ഇവിടെ ടോപ്പ് ഓഫ് ദ ഹൗസ്, വീടിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ് ദ ഹൗസ് എന്ന് യൂസ് ചെയ്തല്ലോ. അപ്പോൾ വീടിൻ്റെ മുകളിലുണ്ട്, ഇറ്റ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹൗസ്. ഓക്കെ. അതുപോലെ നോക്കൂ, കാറിൻ്റെ ടിക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ. കാറിൻ്റെ ടിക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാറിൻ്റെ ടിക്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാറിൻ്റെ. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? ഐ ഹാവ് പുട്ട് ഇൻ ദ ടിക്ക് ഓഫ് ദ കാർ. എന്തിൻ്റെ ടിക്കിലാണ്? കാറിൻ്റെ ടിക്കിലാണ് അല്ലേ. അപ്പം ഓഫ് ദ കാർ എന്ന് വന്നത് കണ്ടില്ലേ. ഐ ഹാവ് പുട്ട് ഇൻ ദ ടിക്ക് ഓഫ് ദ കാർ. കാറിൻ്റെ ടിക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കൂ, നെക്സ്റ്റ് ഓഫിൻ്റെ യൂസ് എന്ന് പറയുന്നത് അളവ്, ഒരു എമൗണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറില്ലേ, ഒരു കപ്പ് പാല്, 1 കപ്പ് ഓഫ് മിൽക്ക്, 1 കപ്പ് ഓഫ് വാട്ടർ, 1 കപ്പ് ഓഫ് ടീ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഓഫ് എന്ന് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഞാൻ 2 കിലോ പഞ്ചസാര വാങ്ങി. ഞാൻ 2 കിലോ പഞ്ചസാര വാങ്ങി. അവിടെ നമ്മളൊരു അളവ്, ഒരു എമൗണ്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ വാങ്ങി 2 കിലോ പഞ്ചസാര. എങ്ങനെ പറയും? ഐ ബോട്ട് 2 കിലോസ് ഓഫ് ഷുഗർ. ഐ ബോട്ട് 2 കിലോസ് ഓഫ് ഷുഗർ. ഓഫ് ഷുഗർ എന്ന് കണ്ടില്ലേ, അവിടെ നമ്മൾ ഓഫ് എന്ന് യൂസ് ചെയ്തു. വേറൊരു സെൻറ്റൻസ് നോക്കൂ, ഇത് 1 ലിറ്റർ പാലാണ്. ഇത് 1 ലിറ്റർ പാലാണ്. ഇവിടെ 1 ലിറ്റർ എന്നുള്ളൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് എ ലിറ്റർ ഓഫ് മിൽക്ക്. ദിസ് ഇസ് എ ലിറ്റർ ഓഫ് മിൽക്ക് അല്ലേ. അവിടെയും നമ്മൾ ഓഫ് എന്ന് യൂസ് ചെയ്തു. ഒരു മെഷർമെൻറ്റ്, ഒരു അളവ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഓഫ് എന്ന് യൂസ് ചെയ്തു. നെക്സ്റ്റ്, അവൾ എന്നും രാവിലെ 3 ഗ്ലാസ് വെള്ളം കുടിക്കും. അവൾ എന്നും രാവിലെ 3 ഗ്ലാസ് വെള്ളം കുടിക്കും. ഇവിടെ 3 ഗ്ലാസ് വെള്ളം കുടിക്കും എന്നുള്ളൊരു അളവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ പറയും? ഷീ ഡ്രിങ്ക്സ് 3 glasses ഓഫ് വാട്ടർ എവറി മോർണിംഗ്. ഷീ ഡ്രിങ്ക്സ് 3 glasses ഓഫ് വാട്ടർ. ഓഫ് വാട്ടർ എന്ന് കണ്ടില്ലേ, എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും 3 ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് പറയാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമുക്ക് ഈസിയായി ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കാം. ഇപ്പം ഒരു കപ്പ് ചായ എന്ന് പറയണമെങ്കിൽ 1 കപ്പ് ഓഫ് ടീ, 1 കപ്പ് ഓഫ് ടീ, 1 കപ്പ് ഓഫ് മിൽക്ക്, 1 കപ്പ് ഓഫ് ജ്യൂസ്. ഇങ്ങനെ നമുക്ക് ഓഫ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു നമ്പറിൻ്റെ കേസിലും നമുക്ക് ഓഫ് യൂസ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഒരു പരിപാടിക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല, ആ പരിപാടിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ. ആ പരിപാടിയിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. There were a lot of people. A lot of people at that event. There were ഉണ്ടായിരുന്നു a lot of people at that event. ആ പരിപാടിക്ക് ഒരുപാട് പേർ ഉണ്ടായിരുന്നു. ഇവിടെ lot of people എന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഒരു നമ്പർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓഫ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ഇനി നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇപ്പം നീ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ പറയാറുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഓഫ് യൂസ് ചെയ്യും. ഇപ്പം നൈസ് ഓഫ് യു, അല്ലെങ്കിൽ ഗുഡ് ഓഫ് യു, ഗ്ലാഡ് ഓഫ് യു. ഇങ്ങനെ
ഒരു എക്സ്പ്രഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓഫിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ സെൻറ്റൻസുകളിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പോസിഷൻ വേർഡായ അറ്റ്, ഇൻ, ഓൺ, ടു, ബൈ ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.